ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് 40-ാം വെള്ളിയാഴ്ച. നോമ്പ് ആരംഭിച്ചിട്ട് 40 ദിവസം പിന്നിട്ടിരിക്കുന്നു. നോമ്പ് എന്നതുകൊണ്ട് എന്താണ് നാം ഉദ്ദേശിക്കുന്നത്? ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെ ധ്യാനിക്കുന്നതിനും രക്ഷകനോടുള്ള ബന്ധത്തിൽ വളരുന്നതിനും സഹായിക്കുന്ന പ്രധാന വേളകളാണ് നോമ്പ്. ഇന്നത്തെ പ്രഭാത ധ്യാന വിഷയം ദ പവർ ഓഫ് പ്രേയർ ടുഗദർ, അഥവാ ഒന്നിച്ചുള്ള പ്രാർത്ഥനയുടെ ശക്തി എന്നതാകുന്നു. അതിനാധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 12-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഈ ഭാഗം വായിക്കുമ്പോൾ നാം കാണുന്നു, യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ ഹേരോദ രാജാവ് വാൾ കൊണ്ട് കൊന്നു എന്ന്. അത് യഹൂദന്മാർക്ക് പ്രസാദമായി കണ്ടു എന്നും കാണുന്നു. യഹൂദന്മാർ ക്രിസ്ത്യാനികളെ നശിപ്പിക്കുവാനായി വന്നപ്പോൾ മതപീഡന നയത്തിന്റെ ഭാഗമായിട്ടാണ് ഹേരോദാവ് യാക്കോബിനെ കൊന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് അവൻ പത്രോസിനെയും പിടിച്ച് തടവിലാക്കിയത്. 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത് സഭ ഒന്നിച്ച് പത്രോസിനു വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചതായിട്ട്. ഒന്നിച്ചുള്ള പ്രാർത്ഥനയെപ്പറ്റി ധാരാളം റഫറൻസ് ബൈബിളിൽ കാണുവാൻ സാധിക്കും. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിന്റെ ബലഹീനതയും മനുഷ്യന്റെ ശക്തിയുമാകുന്നു. ദൈവവുമായി അടുത്തിടപഴകുന്ന സമയമാണ് പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ട്. ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് പ്രാർത്ഥന. എന്നാൽ ജീവിതത്തിന്റെ തിരക്കുകൾ പ്രാർത്ഥനയുടെ സമയത്തെ കവർന്നെടുത്തിരിക്കുകയാണ്. ഓരോ ക്രിസ്ത്യാനിയും എല്ലാ സാഹചര്യങ്ങളിലും പ്രാർത്ഥിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ജീവിതത്തിന്റെ പ്രയാസഘട്ടങ്ങളിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും സന്തോഷവേളകളിൽ ദൈവത്തെയും പ്രാർത്ഥനയും ഒഴിവാക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥന നമ്മെ നിയന്ത്രിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു. ഫിലിപ്പിയർ 4-6 വാക്യത്തിൽ പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോടെ അറിയിക്കുക അത്രേ വേണ്ടത് എന്ന്. ഒന്നിച്ചുള്ള പ്രാർത്ഥന, ആരാധന, ഒത്തുചേരൽ എന്നിവ കുടുംബത്തിന്റെ കെട്ടുറപ്പിനും അനുഗ്രഹത്തിനും ആവശ്യമായ അനിവാര്യ ഘടകങ്ങളാണ്. ക്രിസ്തീയ വിശ്വാസം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ജീവിക്കുന്നതിലൂടെയാണ് വിശ്വാസ ക്രമീകരണം പ്രധാനമായും നടക്കുന്നത്. ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് തിരുവചനം പഠിക്കുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് ആരാധനയിൽ പങ്കെടുക്കുക, ബന്ധങ്ങളുടെ ഊഷ്മളത ഗ്രഹിക്കുക, അനുഭവം പങ്കിടുക, ക്ഷമിക്കാൻ പരിശീലിക്കുക, ബഹുമാനിക്കുക, സാക്ഷ്യമുള്ളവരായിരിക്കുക, വൈവിധ്യമാർന്ന അനുഭവങ്ങളെ യാഥാർത്ഥ്യ ബോധത്തോടെ കാണുക. ഒരു കല്ലാശാരി തൻ്റെ ഉളി കൊണ്ട് കല്ലുകളെ തൻ്റെ ഭാവനയ്ക്കിണങ്ങുന്ന വിധം ചെത്തി മിനുക്കുന്നത് പോലെ നമ്മിലെ പ്രാകൃത ഭാവങ്ങളെ തിരിച്ചറിഞ്ഞ് നീക്കം ചെയ്ത് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ക്രമീകരിക്കാൻ ഇവയിലൂടെയൊക്കെ നമുക്കൊരു പരിധി വരെ സാധിക്കും. ഒത്തുചേർന്നുള്ള പ്രവർത്തനത്തിന്റെ മഹത്വം അറിയാവുന്ന കർത്താവ് തന്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ തന്നെ 12 പേരെ തിരഞ്ഞെടുത്ത് ഒരു കൂട്ട് രൂപപ്പെടുത്തുകയായിരുന്നു. ആ കൂട്ടാണ് പിന്നീട് സഭയായി രൂപാന്തരപ്പെട്ടതെന്ന് നമ്മൾ പഠിക്കുന്നു. ഞാനും പിതാവ് ഒന്നാവുന്നു എന്ന് പറഞ്ഞ കർത്താവിനും ഈ ഭൂമിയിൽ കൂട്ട് ആവശ്യമായിരുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള ഭാഗത്ത് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ശിഷ്യന്മാരെ സുവിശേഷ വേലയ്ക്കായി നിയോഗിക്കുമ്പോൾ അവരുടെയും കൂട്ടു പരിഗണിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് 12 ഇടത്തേക്ക് അയക്കുവാൻ യേശു ശ്രമിക്കുന്നില്ല. വിശുദ്ധ മർക്കോസ് 6:7 പറയുന്നത്, അനന്തരം അവൻ 12 പേരെ അടുക്ക വിളിച്ചു അവരെ ഈരണ്ടായി അയച്ചു തുടങ്ങിയെന്നാണ്. അതുപോലെ വിശുദ്ധ ലൂക്കോസ് 10-1 വാക്യത്തിൽ പറയുന്നത്, അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു, താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടായി അയച്ചു എന്നാണ്. ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ ഒറ്റയ്ക്ക് പൂർത്തീകരിക്കേണ്ടതല്ല, കൂട്ടായ്മയിലൂടെ പൂർത്തീകരിക്കേണ്ടതാണെന്ന് കർത്താവ് ഇതിലൂടെയെല്ലാം നമ്മെ പഠിപ്പിക്കുന്നു. 12-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ തുടർന്ന് പഠിക്കുമ്പോൾ അവിടെ ഒന്നിച്ചുള്ള പ്രാർത്ഥനയുടെ ശക്തി കാണുന്നതിന് സാധിക്കും. സഭ പത്രോസിനു വേണ്ടി ഒന്നിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവിടെ വ്യാപരിക്കുന്നു. ചങ്ങലകൾ അഴിയുന്നു, ഇരുമ്പ് വാതിൽ സ്വയമേ തുറക്കുന്നു. തുടർന്നുള്ള ഈ നോമ്പ് കാലയളവിൽ നമ്മൾക്കും ശ്രദ്ധ വെച്ച് ഒന്നിച്ച് പ്രാർത്ഥിപ്പാൻ, പരിശുദ്ധാത്മാവിന്റെ കൃപ ലഭിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ അതിനെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, കേട്ട വചനത്തിലൂടെ ഒന്നിച്ചുള്ള പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലാക്കി പ്രാർത്ഥിപ്പാൻ ഞങ്ങളിൽ കൃപ ചെയ്യണമേ. ആമേൻ.